ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു Earnest Academy. നിങ്ങളെല്ലാവരും അറിഞ്ഞെന്ന് കരുതുന്നു. അറിഞ്ഞില്ല എങ്കിൽ DRDOയുടെ അഡ്മിറ്റ് കാർഡ് ഇഷ്യൂ ആയിട്ടുണ്ട്. അപ്പം നവംബർ 12 to 15 ആണ് ഡേറ്റ് വന്നേക്കുന്നത്. അപ്പോൾ ഇനി അധികം സമയമൊന്നുമില്ല. അതായത് കൃത്യം 12th എക്സാം ഉള്ളവരെ സംബന്ധിച്ച് ഒരു 12 ദിവസം അല്ലെങ്കിൽ നോർമലി ഒരു യൂഷ്വലായിട്ട് പറഞ്ഞാൽ ഒരു 2 ആഴ്ചക്കാലം മാത്രമാണ് ഇനി നിങ്ങളുടെ മുന്നിലുള്ളത്. ഇത്രയും കുറഞ്ഞ ടൈമിൽ ഇനി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഈ എക്സാമിന് വേണ്ടിയിട്ട്? അങ്ങനെയുള്ള ഡൗട്ടുകൾ ആർക്കെങ്കിലും ഉണ്ടോ? വിഷമിക്കണ്ട കേട്ടോ. കാരണം എന്ന് വെച്ചാൽ DRDOയ്ക്ക് നിങ്ങൾക്ക് അറിയാം, നെഗറ്റീവ് മാർക്കിങ്ങുകളില്ല. നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലാത്തതുകൊണ്ട് തന്നെ എന്താണ്, നിങ്ങൾ എത്ര സ്കോർ ചെയ്യുന്നോ, നിങ്ങൾ 1 മാർക്കെങ്കിലും സ്കോർ ചെയ്തോ, അത് നിങ്ങൾക്ക് അഡ്വാൻറ്റേജസ് തന്നെ ആയിരിക്കും. അപ്പം നിങ്ങൾ ഇനിയുള്ള സമയം ഈ വളരെ കുറച്ച് ടൈമേ ഉള്ളൂ, അതായത് 10 to 12 ഡേയ്സിനകത്തേ നിങ്ങളുടെ കയ്യിലുള്ളൂ. അപ്പം നിങ്ങൾ ഈ സമയം മാക്സിമം എഫേർട്ട് ഇടുക. ഇനി ഇതിനകത്ത് നിങ്ങൾക്ക് എന്താണ് മടി പിടിക്കാനോ അല്ലെങ്കിൽ ആലോചിക്കാനോ ഒന്നും ഒരു സമയമില്ല. ഇത് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ആ ഓപ്പർച്യൂണിറ്റിയുടെ ഇമ്പോർട്ടൻസ് നിങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങൾ കാര്യമായിട്ട് തന്നെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇനിയിപ്പോൾ നമുക്ക് ജനറൽ അവയർനെസ് ഒന്നും കാര്യമായിട്ട് പഠിക്കാൻ ഉള്ള ടൈമില്ല. അപ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഇംഗ്ലീഷ്, ലോജിക്കൽ ആൻഡ് റീസണിങ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ഈ 3 സബ്ജക്റ്റ്. അതാകുമ്പം 24, 48, 20, 68, ഏകദേശം ഒരു 74ഓളം മാർക്ക് ഈ 3 സബ്ജക്റ്റിൽ നിന്ന് നമുക്ക് കിട്ടാനുണ്ട്. അപ്പോൾ ഈ സബ്ജക്റ്റുകൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. അതുപോലെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ ഫോർട്ടേ ആണ് എങ്കിൽ, അല്ലെങ്കിൽ 3 നിങ്ങൾക്ക് അത്യാവശ്യം അറിയാമെങ്കിൽ വളരെ പെട്ടെന്ന് അതൊന്ന് സ്ക്രോൾ ഡൗൺ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക. ദെൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇനി അഥവാ ഇതിന്റെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞില്ല എങ്കിലും ചിലർക്കെങ്കിലും GKയിൽ ഇന്ത്യൻ പൊളിറ്റിയോ ഇന്ത്യൻ ഹിസ്റ്ററിയോ നിങ്ങളുടെ കയ്യിലുള്ളവരാണ് എങ്കിൽ നിങ്ങൾക്ക് അത് റിവൈസ് ചെയ്യാവുന്ന ഒരു ടൈമാണ്. പിന്നെ ചെയ്യേണ്ട മേജർ കാര്യം, മാക്സിമം MCQs ചെയ്യുക. എത്ര MCQs ഓൺലൈൻ വഴി കിട്ടുന്നോ, എങ്ങനെ എവിടെ നിന്നൊക്കെ കിട്ടുന്നോ അതെല്ലാം ചെയ്യുക. അത് നിങ്ങൾ ഒരിക്കലും DRDO Ceptam എന്നടിച്ച് നോക്കി അതിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്യാതിരിക്കരുത്. അത് വളരെ കുറവാണ്. നിങ്ങൾ ചെയ്യേണ്ടത് JEE, SSC JEE, റെയിൽവേ JEE, അല്ലെങ്കിൽ SSC CGL, അങ്ങനെ ഒരു SSC NTPC, ഇത്തരത്തിലുള്ള എല്ലാ എക്സാമുകളുടെയും പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻസ് ചെയ്യുക. അത് ഫ്രീ ആയിട്ട് ലൈവ് ടെസ്റ്റുകളും ഒക്കെ ഇഷ്ടം പോലെ കിട്ടും. അപ്പം അതൊക്കെ മാക്സിമം ചെയ്ത് മാക്സിമം MCQs കാണുക. ഒരു സ്കോർ എങ്കിൽ ഒരു സ്കോർ നിങ്ങൾ അധികത്തിൽ മേടിച്ചു കഴിഞ്ഞാൽ അത്രയും നിങ്ങൾക്ക് നല്ലതാണ്. അപ്പം ആ രീതിയിൽ വേണം ചിന്തിക്കാൻ. ഇനി ടൈം ഉണ്ടോ എന്ന് ചിന്തിക്കേണ്ട. നിങ്ങൾക്ക് എത്ര പറ്റുന്നോ നിങ്ങളെ കൊണ്ട് മാക്സിമം സ്കോർ ചെയ്യുക. കാരണം എന്തായാലും നിങ്ങൾ 120 ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യണം. കാരണം നെഗറ്റീവ് ഇല്ല ഒബ്വിയസ്ലി. അപ്പോൾ അതിൽ എന്തായാലും നിങ്ങളുടെ ലക്ക് കൊണ്ട് നിങ്ങൾക്ക് കുറച്ച് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പം അതിന് 1 മാർക്കെങ്കിൽ 1 മാർക്ക് അഡീഷണൽ സ്കോർ ചെയ്യുക എന്നുള്ളത് അത്ര അഡ്വാൻറ്റേജസ് അല്ലേ? ആ രീതിയിൽ ചിന്തിക്കണം. അല്ലാണ്ട് 120 എനിക്ക് ഞാൻ കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട. ഇനിയിപ്പോൾ ഒന്നും ചിന്തിക്കാനുള്ള ടൈമില്ല. മാക്സിമം മാർക്കുകൾ സ്കോർ ചെയ്യുക നോക്കുക. ഇനി നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള എക്സാംസ് എഴുതി തീരെ പരിചയമില്ല എങ്കിൽ നമ്മുടെ ഏണസ്റ്റ് അക്കാദമിക്ക് ഒരു ക്രാഷ് കോഴ്സ് ഉണ്ട്. എന്തായാലും നിങ്ങൾക്ക് ആ സിലബസ് ഒന്നും ഇനി കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈമില്ല, അത് നമുക്കും അറിയാം. പക്ഷേ എങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ ലോജിക്കൽ റീസണിങ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ഇംഗ്ലീഷിന്റെ ബേസിക്സ്, അല്ലെങ്കിൽ ഇപ്പോൾ GKയുടെ കുറച്ച് നോട്ട്സോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമാണ് എങ്കിൽ ഞങ്ങളുടെ കോഴ്സ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അതുപോലെ ഞങ്ങളുടെ കോഴ്സിന്റെ കൂടെ ടെസ്റ്റ് സീരീസുകളും കിട്ടും. പ്രീവിയസ് ആയിട്ട് സെൻട്രലൈസ്ഡ് എക്സാംസിനൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് അത് നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും. സോ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എങ്കിൽ നമ്മുടെ ക്രാഷ് കോഴ്സ് എടുക്കാവുന്നതാണ്. കൂടെ ഗൈഡൻസ് തരും. അപ്പം നിങ്ങൾക്ക് ഇനിയുള്ള ഈ 10 ദിവസം എങ്ങനെ, അല്ലെങ്കിൽ 10 to 12 ദിവസം എങ്ങനെ എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യാം, എങ്ങനെ എഫിഷ്യൻ്റ് ആയിട്ട് ഉപയോഗിക്കാം എന്നുള്ള രീതിയിലുള്ള ഹെൽപ്പൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. കോഴ്സിനെ കുറിച്ച് കൂടുതലൊക്കെ അറിയുന്നതിനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഞങ്ങളുടെ ആപ്പ് വഴി ഫ്രീ ടെസ്റ്റുകൾ കിട്ടും. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനായി താഴെ കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.